ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമുക്ക് പൈത്തണിലുള്ള പ്രിന്റ് ഫംഗ്ഷനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുമ്പോൾ പ്രിന്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അല്ലേ. ജസ്റ്റ് നമ്മൾ പ്രിന്റ് എന്ന ഫംഗ്ഷൻ നമ്മൾ ഡബിൾ ബ്രേസ് നമ്മൾ പല കൊണ്ട് ജസ്റ്റ് കണ്ട് എന്ന് റൺ ചെയ്യാം. നമുക്കതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. ഇതേ സാധനം തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സിംഗിൾ കോഡ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അല്ല, നമ്മളിത് കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് നോക്കിയില്ല. അപ്പോൾ പല കൊണ്ട് ജസ്റ്റ് കൂടെ പ്രിന്റ് ചെയ്തു. ഓക്കെ, ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിന്റ് ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡബിൾ കോട്ട് വെച്ചിട്ടാണ്, എൻഡ് ചെയ്യുന്നത് നമ്മൾ സിംഗിൾ കോട്ട് വെച്ചിട്ടാണ് വിചാരിക്കും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് കാണിച്ചു ജസ്റ്റ് ബിൽഡ് എന്ന് വെച്ചാൽ കൊണ്ടുപോകും. എന്ത് ചെയ്യുമോ? അൺടെർമിനേറ്റർ സിൻടാക്സ് അൺടെർമിനേറ്റർ സ്ട്രിംഗ് ചാർ. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓപ്പണിങ്ങും ബേസും ക്ലോസിങ്ങും ഒരേ ടൈപ്പ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് അറിയുന്നത് ബിൽഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓക്കെ. ജസ്റ്റ് നമുക്ക് സി പ്രോഗ്രാമിംഗ് ആയിട്ട് നമുക്ക് കമന്റ് ചെയ്യണം. കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് ഹാഷ് എന്ന് പറഞ്ഞ ഇതായിട്ട് യൂസ് ചെയ്യുക. ഹാഷ് യൂസ് ചെയ്യണം. ആ ലൈനത്തോട് കമന്റ് ഇടാം. നമ്മൾ റൺ ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കില്ല. ഈ ലൈൻ വർക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രിന്റ് ആളുകൾ നെക്സ്റ്റ് ലൈനിൽ വീണ്ടും നമ്മൾ ആളുകൾ ജസ്റ്റ് റൺ ചെയ്താൽ നമുക്ക് രണ്ട് ലൈനിൽ പോകും. രണ്ട് ലൈനിലായിട്ട് ഫലം കൊണ്ട് പ്രിന്റ് ചെയ്യും. ഓരോട്ടം പ്രിന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് പ്രിന്റ് പുതിയ ലൈനിലായിട്ട് പ്രിന്റ് ചെയ്യും. നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ന്യൂ ലൈൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് പ്രിന്റ് പറഞ്ഞു കൊടുത്താൽ മതി. ജസ്റ്റ് പ്രിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലൈൻ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്കിത് ഇങ്ങനെ രണ്ട് ലൈനായിട്ട് വേണ്ട. നമുക്ക് ഒരേ ഒറ്റ പ്രിന്റ് ഫംഗ്ഷനിൽ നമുക്കിത് യൂസ് ചെയ്യാം. എന്ത് ചെയ്യാം? ജസ്റ്റ് ബിൽഡ് ഉണ്ടെന്നുള്ളത് ഒറ്റ ലൈനിൽ തന്നെയാണ് കണ്ടന്റ്. നമുക്കിത് ഈ കണ്ടന്റ് നമുക്ക് പുതിയ ലൈനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? നമുക്ക് എസ്കേപ്പ് സീക്വൻസ് ആയിട്ടുള്ള സിയിലൊക്കെ യൂസ് ചെയ്യുന്നവരുള്ള സ്ലാഷ് യൂസ് ചെയ്യും. ജസ്റ്റ് ബിൽഡ് ഉണ്ടെന്നുള്ളത് പുതിയ ലൈനിൽ കണ്ടന്റ്. ഓക്കെ, ജസ്റ്റ് നമുക്കൊരു ഹെഡിങ് ജസ്റ്റ് താഴത്തെ ലൈനിലുള്ളത് ഇത് സിംഗിൾ വെച്ചിട്ട് കണ്ടാണ്. ജസ്റ്റ് ബിൽഡ് ഉണ്ടെങ്കിൽ നമ്മളിവിടെ പ്രിന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത്. ഇനി ഈ ഹലോ വേൾഡ് നമുക്ക് ഇവിടെ നമുക്ക് വെൽക്കം ടു പൈത്തൺ ജസ്റ്റ് ബിൽഡ് ഉണ്ടെങ്കിൽ ഹലോ വേൾഡ് കഴിഞ്ഞിട്ട് നമുക്ക് സ്പേസ് ഇട്ടിട്ട് വെൽക്കം ടു പൈത്തൺ. ഇത് ഈ പൈത്തൺ ഡബിൾ കോഡിൽ കാണാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് പൈത്തൺ എന്നുള്ളത് ഡബിൾ കോഡ് കൊടുത്തു. കണ്ടോ, ഇപ്പോൾ അവിടെ കാണിച്ചു. എന്താണ്
ജസ്റ്റ് ഒന്ന് റൺ നോക്കിയാലും സിൻടാക്സ് ഇൻവാലിഡ് സിൻടാക്സ്. ഇതിന് മുന്നിൽ തന്നെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല, ഡബിൾ കോഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇത് സിംഗിൾ കോഡാക്കി പറ്റാം. ഈ പ്രിന്ററിന്റെ ഇവിടെ ഇത് സിംഗിൾ. ഇപ്പൊ 6 രൂപ ഇത് ബില്ലാണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ വെൽക്കം ടു ടാൽത്ത. ഓക്കെ, ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡബിൾ കോഡ് വെച്ചിട്ടാണ് നമ്മൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡബിൾ കോഡ് വെച്ചു. അപ്പൊ നമുക്ക് പൈത്തൺ കമ്പൈലറിനോട് പറയാൻ പറ്റണമെങ്കിൽ ഈ ഡബിൾ കോഡ് എന്നുള്ളത് ഇതൊരു സ്ട്രിങ് ആണ്. ഈ പൈത്തൺ എന്നുള്ളത് ഇതിന്റെ ഔട്ട് സൈഡ് ആണ്. അത് പൈത്തണ് അറിയാൻ പറ്റും, ഇതിന്റെ കമ്പൈലറിന് അറിയാൻ, ഇതിന്റെ ഇന്റർപ്രറ്റിന് അറിയാൻ പറ്റുന്നില്ല ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അറിയാൻ പറ്റുന്നില്ല മനസ്സിലായി. ഇത് എസ്കേപ്പ് സെറ്റിംഗ്സ് യൂസ് ചെയ്യാം. നമുക്കിവിടെ യൂസ് ചെയ്യാം // അതേമാതിരി തന്നെ ഇവിടെ ഓക്കെ. ഇപ്പോൾ ഈ ഡബിൾ കോഡിന്റെ ഈ സ്ട്രിംഗിന്റെ ഇതിലേക്ക് കംപ്ലീറ്റ് സ്ട്രിംഗ് ആയിട്ട് തന്നെ എടുക്കും. നമുക്കിത് സ്ട്രിംഗ് ബിൽഡാക്കുന്നത് നമുക്ക് ഔട്ട്പുട്ട് ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ഇവിടെ ഒന്ന് കമ്മിറ്റ് ചെയ്ത് വെക്കാം. ഇതേ പ്രിന്റ് ജസ്റ്റ് ന്യൂലയും ഇത് കട്ട് ചെയ്യും. ഇത് ഇപ്പൊ നമ്മളിത് കൊടുക്കുന്ന എന്ത് ചെയ്യുന്ന നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ മൾട്ടി ലൈനിൽ നമുക്ക് കൊടുക്കണം തന്നെയാണെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലൊക്കെ മൾട്ടിപ്പിൾ പ്രിന്റ് ലൈൻ ആയിട്ട് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ട്രിപ്പിൾ കോട്ട് യൂസ് ചെയ്യാം. ഇതെല്ലാം എന്ത് ചെയ്യും, വെച്ച് ക്ലോസ് ചെയ്യുന്നതും നമ്മൾ ബിൽഡാൻ തന്നെയുള്ളത് നമുക്ക് ആ സേവ് വരുമ്പോൾ വെൽക്കം ടു പൈത്തൺ. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല. ഇത് സിൻടാക്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പാരാന്തസിനുള്ളിൽ ബേസിക് കോഡ്. ഈ പ്രിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനും പ്രത്യേകതയുണ്ട്. പ്രിന്റ് നമ്മൾ ഈ ഫങ്ഷൻസ് നമ്മൾ സ്പേസ് ഇട്ടിട്ടൊക്കെ കൊടുക്കുകയും അതില് ബിൽഡ് ആൻഡ് റൺ ചെയ്താല് കണ്ട് ഇൻഡന്റേഷൻ ഓക്കെ. ഇപ്പോഴും സ്റ്റാർട്ടിങ് പോയി വെച്ചിട്ട് നമ്മൾ കോഡ് എഴുതണം. ലൈക്ക് ബേസിക് നമുക്ക് സ്ട്രിങ് ആഡ് ചെയ്ത് കാണിക്കും. ബേസിക് പ്ലസ് കോഡ് മുതൽ ബേസിക് നമുക്ക് സ്പേസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കിന്റെ ലാസ്റ്റ് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ കോഡിങ്ങിന്റെ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കാം. ബേസിക്കിന്റെ ഫസ്റ്റ് പറഞ്ഞു കൊടുത്താൽ പറഞ്ഞാൽ ബേസിക് കിട്ടി. ഇനി അതല്ല ഇവിടെ വെച്ച് കൊടുക്കണം വെച്ചാൽ ഇവിടെ വെച്ച് കൊടുക്കാം, സ്പേസ് ഇട്ട് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും.
രണ്ടും എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്പേസ് പോകാം സാർ. നമുക്ക് കൊടുത്തിട്ട് സ്പേസ് എടുക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇനി ഇത് നമുക്ക് സിംഗിൾ കോഡിൽ യൂസ് ചെയ്യും. ഓക്കെ. ഈ ബേസിക് കോഡിങ്ങിൽ നമുക്ക് ഇവിടെ ഒരു ടാബ് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. നമുക്ക് സ്പെസിഫിക്കായിട്ടുള്ള /t/t ബേസിക് ടാബ് കോഡ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. ഓക്കെ, താങ്ക് യു.